നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ഈ കൽപ്പനയനുസരിച്ച് അനുഷ്ഠിക്കപ്പെടുന്ന സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രക്ഷയുടെ രഹസ്യമാണ് വിശുദ്ധ കുർബാന. ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന അത്ഭുത നിമിഷം. ആത്മീയവും അദൃശ്യവുമായ തലത്തിൽ നടക്കുന്ന ദൈവമനുഷ്യ സംഗമം. സ്വർഗവും ഭൂമിയും അവിടെ കൂട്ടിമുട്ടുന്നു. സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിക്കുന്നു. പാപിയായ മനുഷ്യൻ പൗത്രീകരിക്കപ്പെട്ട് ദൈവിക ചൈതന്യത്തിൽ നിറയുന്നു. മനുഷ്യരക്ഷയ്ക്കു വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ കൗദാശിക അടയാളങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അവയിൽ പങ്കുചേരുവാൻ സഭ നമ്മെ ക്ഷണിക്കുന്ന വേദിയാണ് വിശുദ്ധ കുർബാന. അവർണ്ണനീയമായ ദാനം എന്ന ഈ ദൃശ്യശ്രാവ്യ പരിപാടി സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിലൂടെയുള്ള തീർത്ഥാടനമാണ്. ആധുനിക മാധ്യമങ്ങളുടെ അക്ഷരമാലകളായ ചിത്രങ്ങളും ശബ്ദങ്ങളും ചലനങ്ങളും ദൈവിക യാഥാർത്ഥ്യങ്ങളോട് കൂട്ടിയിണക്കുമ്പോൾ അത് പുതിയ ഒരു അനുഭവമാകും. വിശുദ്ധ കുർബാന നിങ്ങൾക്കേവർക്കും ഒരു അനുഭവമായി മാറട്ടെ. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കാത്ത ദൈവിക യാഥാർത്ഥ്യങ്ങൾ ഈ ലോകത്തിൽ വെച്ച് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? ശരിയാണ്, ദൈവിക യാഥാർത്ഥ്യങ്ങളെ മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് മനുഷ്യൻ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും ആശ്രയിക്കുന്നത്. ദൈവിക യാഥാർത്ഥ്യങ്ങളെ പ്രതീകങ്ങളും അടയാളങ്ങളും ഉപയോഗിച്ച് അനുഭവമാക്കി മാറ്റുന്നു. സ്വർഗീയമായ ആരാധനയിലുള്ള നമ്മുടെ പങ്കുചേരലാണ് ദൈവാലയത്തിൽ നാം നടത്തുന്ന ആരാധന. നേരിട്ടുള്ള പങ്കുചേരൽ അസാധ്യമായതിനാൽ സഭ തിരഞ്ഞെടുത്തിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതുമായ അടയാളങ്ങളിലൂടെ നാം അത് നിർവഹിക്കുന്നു. ആരാധനാക്രമത്തിലെ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും ലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മധുബഹ എന്ന വാക്കിന്റെ അർത്ഥം അതിവിശുദ്ധ സ്ഥലമെന്നാണ്. ദൈവാലയത്തിന്റെ കിഴക്കേ അറ്റത്താണ് മധുബഹ സ്ഥിതി ചെയ്യുന്നത്. ദൈവത്തിന്റെ മഹത്വപൂർണമായ സാന്നിധ്യം കൊണ്ടും മാലാഖമാരുടെ സ്തുതിഗീതികൾ കൊണ്ടും നിറഞ്ഞ സ്വർഗമാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. അതിവിശുദ്ധ സ്ഥലത്തിന് താഴെയായി കാണുന്ന 3 പടികൾ യേശു ബലിയായി അർപ്പിക്കപ്പെട്ട ഗാഗുൽത്താ മലയുടെ പ്രതീകമാണ്. അതിവിശുദ്ധ സ്ഥലത്തിന്റെ വിശുദ്ധിയും ഔന്നത്യവും ദൃശ്യമാക്കുവാനും സ്വർഗീയ രഹസ്യങ്ങളുടെ നിഗൂഢതയും അവർണ്ണനീയതയും പ്രകടമാക്കുവാനും മധുബഹാവിൽ ഉപയോഗിക്കുന്നു. ഗാഗുൽത്ത, അന്ത്യ അത്താഴമേശ, കർത്താവിൻ്റെ കബറിടം, ദൈവത്തിൻ്റെ സിംഹാസനം, സ്വർഗ കവാടം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അൾത്താര ദൈവാലയത്തിൻ്റെ കേന്ദ്രമാണ്. സ്വർഗത്തിൽ പിതാവിന്റെ വലതുവശത്ത് മഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുന്ന മിശിഹായുടെ പ്രതീകമാണ് സുവിശേഷം. മാർ സ്ലീവ ഉത്ഥിതനായ ഈശോയുടെ പ്രതീകമാണ്. സ്ലീവായുടെ മേൽ പറന്നിരിക്കുന്ന പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെയും വിരിയുന്ന മുകുളം പോലെയുള്ള സ്ലീവായുടെ അഗ്രങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഫലമായി ഉണ്ടായ പുതുജീവൻ്റെയും, താമരപ്പൂവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ലീവ ഭാരതമണ്ണിൽ വേരുപിടിച്ചു വളർന്ന ക്രൈസ്തവ സഭയുടെയും പ്രതീകങ്ങളാണ്. കുരിശിൻ ചുവട്ടിലെ 3 പടികൾ ഈശോ മിശിഹായുടെ മരണത്തെ അനുസ്മരിപ്പിക്കുന്നു. അൾത്താരയുടെ ഇരുവശങ്ങളിലുമായി ബലിവസ്തുക്കളായ അപ്പവും വീഞ്ഞും തയ്യാറാക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന നിക്ഷേപാലയങ്ങളാണ് ബേസ്കസാകൾ. വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പേടകമാണ് സക്രാരി. ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരമെന്നുകൂടി നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായുടെ നിരന്തര സാന്നിധ്യത്തെ കെടാവിളക്ക് സൂചിപ്പിക്കുന്നു. ആരാധനാ സമൂഹം സമ്മേളിക്കുന്ന സ്ഥലമാണ് ഹൈക്കല. ഇത് ഭൂമിയുടെ പ്രതീകമാണ്. ഹൈക്കലയുടെ മധ്യഭാഗത്തായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഉയർന്ന പ്ലാറ്റ്ഫോറമാണ് ബേമ. ഇത് ജെറുസലേമിന്റെയും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന മേശ ഗാഗുൽത്തായുടെയും പ്രതീകമാണ്.
മദ്ബഹായ്ക്കും ഹൈക്കലായ്ക്കുമിടയിൽ ഹൈക്കലയിൽ നിന്നും ഒരു പടി ഉയരത്തിൽ ദൈവാലയത്തിൽ കാണുന്ന ഭാഗമാണ് കെസ്ത്രോമ. ഇവിടെയാണ് ഗായക സംഘം നിൽക്കേണ്ടത്. ഇത് ഭൂമിയെ സ്വർഗവുമായി ബന്ധിപ്പിക്കുന്നു. മദ്ബഹായുടെ ഇടതുവശത്ത് മാമോദീസ തൊട്ടി സ്ഥിതി ചെയ്യുന്നു. ദൈവമാതാവിന്റെ ഗർഭപാത്രം എന്നുകൂടി അറിയപ്പെടുന്ന മാമോദീസ തൊട്ടിയിലാണ് ദൈവമക്കൾ ജനിക്കുന്നത്. മാമോദീസ തൊട്ടിയിൽ ആരംഭിക്കുന്ന ക്രൈസ്തവ ജീവിതം ബലിയർപ്പണത്തിലൂടെ കടന്ന് ദിവ്യകാരുണ്യത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട് വിശുദ്ധരുടെ സമൂഹത്തോട് ചേർക്കപ്പെടുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. മദ്ബഹായുടെ വെളിയിൽ വലതുവശത്താണ് ഇതിന്റെ സ്ഥാനം. ദൈവാലയ കവാടത്തിന്റെ മുമ്പിൽ അയോഗ്യരും മാമോദീസാർത്ഥികളുമായിട്ടുള്ള വ്യക്തികൾ നിൽക്കുന്ന സ്ഥലമാണ് മോണ്ടളം. ക്രൈസ്തവ ജീവിത സാരാംശമാണ് വിശുദ്ധ കുർബാന. വിശ്വാസത്തിന്റെ ആഘോഷവും ആഘോഷങ്ങളുടെ പൂർണ്ണതയുമാണ് കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട ദിവ്യയാഗം. ക്രൈസ്തവ ജീവിതത്തിൽ ബലിയർപ്പണത്തിനുള്ള പരമോന്നത സ്ഥാനം വ്യക്തമാക്കത്തക്ക രീതിയിലാണ് വിശുദ്ധ കുർബാനയിലെ തിരുവസ്ത്രങ്ങൾ. നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ കൊത്തീന സൂചിപ്പിക്കുന്നു. ബലിയർപ്പകൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചവനായിരിക്കണം. ശുദ്ധതയുടെയും സേവന സന്നദ്ധതയുടെയും അടയാളമാണ് സൂനാറ. കുരിശുകളാൽ അലങ്കൃതവും മനോഹരവുമായി ഈ വസ്ത്രം വൈദികൻ ധരിക്കുമ്പോൾ ലൗകിക ചിന്തകളിൽ നിന്നകന്ന് വിശുദ്ധിയോടെ തിരുക്കർമ്മങ്ങൾ പരികർമ്മം ചെയ്യേണ്ടവനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ശുശ്രൂഷയ്ക്ക് ഒരാൾ നിയോഗിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ഊറാറാം. ഇരുതോളിലുമായി ധരിക്കുന്ന ഊറാറാം രാജകീയ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. കുരിശുകളാൽ അലങ്കൃതമായി കൈകളിൽ ധരിക്കുന്ന വസ്ത്രമാണ് സാന്തി. വിശുദ്ധ ശുശ്രൂഷയ്ക്കായി കൈകൾ തയ്യാറായിരിക്കുന്നു എന്ന് ഇത് അർത്ഥമാക്കുന്നു. നീതിയുടെ വസ്ത്രമാണ് കാപ്പ. ജീവിതകാലം മുഴുവൻ വിശുദ്ധിയോടെ ദൈവത്തിനു വേണ്ടിയും ദൈവജനത്തിനു വേണ്ടിയും ശുശ്രൂഷ ചെയ്യേണ്ടവനാണ് വൈദികനെന്ന് കാപ്പ സൂചിപ്പിക്കുന്നു. ദൈവാലയത്തിൽ ദൈവജനം നിൽക്കുന്നത് കിഴക്കിനഭിമുഖമായാണ്. പ്രകാശം തന്നെയായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന സഭയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ആഘോഷമാണ്. ദൈവജനം നിൽക്കുന്നത് ആദരവിന്റെയും സന്തോഷത്തിന്റെയും അടയാളമായി കണക്കാക്കാം. വിശുദ്ധ കുർബാനയിൽ മുട്ടുകുത്തുന്നത് അനുതാപത്തിന്റെ സൂചനയാണ്. പാപാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യന്റെ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിനെ ഇത് സൂചിപ്പിക്കുന്നു. കുർബാനയ്ക്കിടയിൽ കുമ്പിടുമ്പോൾ കൃതജ്ഞത, വിധേയത്വം, ബഹുമാനം, ആരാധന ഇവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. കൈകൾ വിരിച്ചു പിടിക്കുന്നത് കുരിശിനെയും കുരിശുമരണത്തെയും സൂചിപ്പിക്കുന്നു. പാപികളായ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിലുള്ള വൈദികന്റെ യാചനയാണിത്. ദൈവസന്നിധിയിലുള്ള ഭക്തിയെയും ബഹുമാനത്തെയുമാണ് കൈകൾ കൂപ്പ് വഴി നമ്മൾ പ്രകടമാക്കുന്നത്. യഥാർത്ഥ സമാധാനം ക്രിസ്തുവാണ്. സമാധാനം കൊടുക്കുക വഴി ക്രിസ്തുവിനെ തന്നെയാണ് നാം പങ്കുവയ്ക്കുന്നത്. പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അടയാളമാണിത്. സ്ലീവായും വേദപുസ്തകവും അൾത്താരയും ചുംബിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും ആദരവും വിധേയത്വവും പ്രകടിപ്പിക്കുകയാണ് വൈദികൻ. രക്ഷയുടെ അടയാളമാണ് കുരിശ്. കാർമികൻ തന്റെ മേൽ തന്നെ കുരിശു വരയ്ക്കുമ്പോൾ തന്നെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയും ആരാധനയും സ്വർഗത്തിലേക്ക് ഉയരുന്നതിനെ ധൂപാർപ്പണം സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അടയാളം വാക്കുകളാണ്. ആരാധനയിലെ പ്രാർത്ഥനകളും ഗീതങ്ങളുമെല്ലാം വാക്കുകൾ ഉപയോഗിച്ചാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്.
വാക്കുകളുടെയും വാക്യങ്ങളുടെയും അർത്ഥം സന്ദർഭോചിതമായി മനസ്സിലാക്കിയെങ്കിലേ ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന ദിവ്യരഹസ്യങ്ങളുടെ അന്തസത്തയിലേക്ക് ബോധപൂർവം കടന്നു ചെല്ലാൻ സാധിക്കും. വിശുദ്ധ കുർബാന രക്ഷാകര കർമ്മത്തിൻ്റെ അനുസ്മരണമാണല്ലോ. വർഷം മുഴുവൻ ഈ ആരാധന അനുഭവമുണ്ടാകുന്ന രീതിയിൽ വർഷത്തെ വിവിധ ആരാധനാ കാലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആരാധനക്രമത്തിലെ കാലങ്ങൾ മിശിഹാ രഹസ്യങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെന്ന് ദൈവാനുഭവത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ആരാധനാ വത്സരത്തിന്റെ ആരംഭം കുറിക്കുന്ന അവസരമാണ് മംഗളവാർത്തകാലം. സൃഷ്ടിയുടെ രംഗം മുതൽ നമ്മുടെ കർത്താവിന്റെ പരസ്യജീവിത ആരംഭം വരെയുള്ള രക്ഷാകര ചരിത്രം ഈ അവസരത്തിൽ അനുസ്മരിക്കപ്പെടുന്നു. മിശിഹായുടെ പ്രത്യക്ഷീകരണത്തിന് മുമ്പ് വരെയുള്ള ചരിത്രം വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ നമ്മുടെ ധ്യാന വിഷയമാകുന്നു. നമ്മുടെ കർത്താവിന്റെ മാമോദീസ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങുന്ന ദനഹക്കാലത്ത് അവിടുത്തെ പരസ്യ ജീവിതത്തിന്റെ പ്രധാന സംഭവങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരികയും അടയാളങ്ങളിലൂടെ സന്നിഹിതമാക്കുകയുമാണ് സഭ ചെയ്യുന്നത്. ഈശോയുടെ മാമോദീസായോട് ചേർത്ത് ക്രൈസ്തവന്റെ മാമോദീസയെ മനസ്സിലാക്കുവാനും ഇതുതന്നെയാണ് സന്ദർഭം. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമായ ഉയർപ്പിനുള്ള ഒരുക്കമാണ് നോമ്പുകാലം. പാപത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുവാനും പ്രായശ്ചിത്തവും പരിത്യാഗവും വഴി ദൈവത്തോടടുക്കുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദാനധർമ്മത്തിനുമായി സഭ നമ്മെ പ്രത്യേകം ക്ഷണിക്കുന്ന അവസരമാണ്. ആരാധനാ വത്സരത്തിന്റെ കേന്ദ്രമായി ഉയർപ്പ് കാലത്തെ കാണാം. മിശിഹായുടെ ഉയർപ്പ് പാപത്തിന്മേലും മരണത്തിന്മേലും അവിടുന്ന് നേടിയ പരിപൂർണ വിജയം, ഉയർപ്പിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്ക്, ഉയർപ്പിലൂടെ ലഭ്യമാകുന്ന നവജീവൻ, മിശിഹായുടെ ഉയർപ്പ് നമ്മുടെ ഉയർപ്പിന്റെ അച്ചാരം, ഈ ചിന്തകളിലൂടെയാണ് ഉയർപ്പ് കാലം നമ്മെ നയിക്കുന്നത്. ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനും സുവിശേഷം അറിയിക്കുവാനുമായി പുറപ്പെടുന്നു. സഭയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമിടാനുള്ള സഭയുടെ പ്രേക്ഷിത യജ്ഞങ്ങളെയാണ് ശ്ലീഹാകാലത്ത് നാം അനുസ്മരിക്കുന്നത്. ശ്ലീഹന്മാർ ചെയ്ത അത്ഭുതങ്ങൾ മാത്രമല്ല, അവർ സഹിച്ച മർദ്ദനങ്ങളും നമ്മുടെ ധ്യാന വിഷയമാക്കുന്നു. ശ്ലീഹന്മാരിലൂടെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുവാനും ഈ കാലം നാം പ്രയോജനപ്പെടുത്തണം. ശ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട സഭ ലോകമെങ്ങും പടർന്നു വികസിച്ച് വിശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ് ഈ കാലഘട്ടം അനുസ്മരിക്കുന്നത്. സഭയാകുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് കൈത്താക്കാലം അവസരം നൽകുന്നു. സഭയോടുള്ള ബന്ധം ദൃഢകരമാക്കി തീർക്കുക ഇന്നിന്റെ ആവശ്യകതയാണ്. കുരിശിന്റെ തിരുനാളിനെ കേന്ദ്രമാക്കിയുള്ള കാലമാണ് എലിയാ സ്ലീവ മൂശാക്കാലം. കുരിശ് മഹത്വീകൃതനായ ഈശോയുടെ പ്രതീകമാണ്. യുഗാന്ത്യത്തിലാണ് മിശിഹ മഹത്വത്തോടെ വിധിയാളനായി പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിച്ച് കഴിയുന്നവരാകണം നാം. ഈ സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാനും ജീവിത നവീകരണം സാധിക്കുവാനുമുള്ള ഒരവസരമായിട്ടാണ് സഭ എലിയാ സ്ലീവ മൂശാക്കാലത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. യുഗാന്ത്യത്തിൽ മിശിഹ തന്റെ മണവാട്ടിയായ സഭയെ പിതാവിന് സമർപ്പിക്കുന്നതിനെ പള്ളിക്കൂദാശ കാലം സൂചിപ്പിക്കുന്നു. പ്രതീക്ഷയുടെ കാലഘട്ടമാണിത്. സഭയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും സ്വർഗോന്മുഖമായി നീങ്ങുന്ന സഭയോട് താതാത്മ്യപ്പെടുവാനും പിതാവെങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നു.